ചേട്ടാ പോണില്ല, ഞാൻ പറഞ്ഞില്ല എന്റെ അടുത്ത്. വീട്ടിൽ പോകാനാണോ? ഒന്ന് കൊണ്ടുപോകാൻ ചേട്ടാ. അടുത്ത ആഴ്ച പോകാം നമുക്ക്. അടുത്ത ആഴ്ച പോകണ്ടെങ്കിൽ നാളെ പോണം. എനിക്ക് പഞ്ചായത്ത് ഓഫീസിൽ ഒരുപാട് ജോലിയുണ്ട്, അതുകൊണ്ട് എനിക്ക് അച്ഛനും അമ്മേനെയും കാണണം. നീ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പിൽ പോയി കണ്ടത്. അല്ല, എനിക്ക് ഇപ്പൊ കാണണം, അമ്മക്ക് വയ്യാന്ന് പറഞ്ഞു. ആഴ്ച വയ്യെന്നാര് പറഞ്ഞു? അമ്മ വിളിച്ചിട്ട് നമുക്ക് അടുത്ത ആഴ്ച പോകാം. എന്താ വിളിച്ചേട്ടാ, എപ്പോഴും പഞ്ചായത്ത് ഓഫീസിൽ തന്നെയല്ലേ പോയിരിക്കുന്നേ? ഒന്ന് കുറച്ച് 2 ദിവസം എന്റെ വീട്ടിൽ ഞാൻ ഒരു പഞ്ചായത്ത് മുമ്പ് പിന്നെ പഞ്ചായത്ത് ഓഫീസിൽ പിന്നെ വേറെ എവിടെ പോയിരിക്കേ? നിങ്ങളൊരു കാര്യം ചെയ്യും, പഞ്ചായത്ത് ഓഫീസിൽ ഒരു മുറി എടുത്തിട്ട് അവിടെ താമസിച്ചോ. നാക്ക് കുറച്ച് കൂടുന്നുണ്ട്, നീ കാര്യം മനസ്സിലാക്കി. എടി, സ്വന്തം കാര്യം നോക്കാൻ വേണ്ടി മാത്രമല്ല പഞ്ചായത്ത് മുമ്പ് എന്നുള്ളത് മനസ്സിലായാ? നിങ്ങളോട് ആരും പഞ്ചായത്ത് ഓഫീസിൽ തലേ വെക്കാൻ പറഞ്ഞ മര്യാദയ്ക്ക് അവിടെ ഗൾഫിൽ ജോലി ചെയ്തിരുന്നാൽ മതിയായിരുന്നില്ലേ? അതെന്റെ ഇഷ്ടം, ഞാൻ നോക്കിക്കോളാം. എനിക്കിത് ഇഷ്ടമല്ല. ഇപ്പൊ ഏത് നേരം എനിക്ക് എന്റെ ആവശ്യത്തിനൊന്നും അമ്പിളിച്ചേട്ടന് കിട്ടുന്നില്ല. നീ നിന്റെ ജോലി വാങ്ങി പണിയാവട്ടെ. എന്താ അമ്പിളിച്ചേട്ടൻ എപ്പോഴും എന്ത് പറഞ്ഞാലും ഒക്കെ റിജക്ട് ചെയ്തോണ്ടിരിക്കും. എന്തൊരു ദേഷ്യത്തില കഴിഞ്ഞ വരുന്നല്ലോ. വേറെ കാര്യമുണ്ട്, അവര് പെണ്ണുങ്ങളായോണ്ട് അവരെ പരിപാടിക്ക് ഇച്ചിരി ഇത് വന്നാലും ആരും കൂവൊന്നുമില്ല. നമ്മുടെ നാടകത്തിന് നരരാജ ഡയലോഗ് ഒക്കെ കൃത്യമായിട്ട് നീ പറയണം. അത് ഞാൻ പറയാം. ഇവര് മൊത്തം നിക്കാം, സംസാരിക്കാൻ മാത്രമേ ഉള്ളൂ, അല്ലാത്ത കുഴപ്പമില്ല. എന്തെങ്കിലും പറഞ്ഞോ നിങ്ങള്? നിങ്ങൾ എന്തെങ്കിലും തല്ലു പിടിച്ചോന്ന്? ഞങ്ങളെന്ത് പറയാൻ, ഈ സർട്ടിഫിക്കറ്റ് കൊടുത്തല്ലേ. ഈ ലോകത്ത് ഏറ്റവും പാവം ഭർത്താവ് എന്ന് പറഞ്ഞ അമ്പിളിക്കുട്ടനാണ്. ഭാര്യ ഇങ്ങനെ ഉള്ളം കയ്യിൽ കൊണ്ട് നടക്കും, ഭാര്യ ഇതുപോലെ വേറെ ആരും നോക്കൂലെന്ന്. കുറച്ച് മുമ്പ് ഇവിടെ കാണണമായിരുന്നു. എന്തായിരുന്നു കണ്ട സാക്ഷികളാ. അതൊക്കെ എല്ലാ വീട്ടിലും ഉള്ളതാണ്. ഏത് വീട്ടില്? ഓ, ഇവിടെ പിന്നെന്താ? പിന്നെ ഇവിടെ ഒരു കുഴപ്പമില്ല. ഇവിടെ എന്താ കുഴപ്പം? നിങ്ങൾക്ക് കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമുണ്ട്. എന്താ മൂന്നുപേരും കൂടി ഇവിടെ അല്ലല്ലോ സാധാരണ കൂടല്. നിങ്ങൾ നാടകം പ്ലാൻ ചെയ്യായിരുന്നു. ഓ, പഞ്ചായത്ത് കലാമേളക്ക് കളിക്കാൻ നായകൻ ആണല്ലോ. നല്ല നടനാ, എല്ലാ വേഷവും ചെയ്യും. നല്ല ബെസ്റ്റ് ആക്ടറാണ്. അതെനിക്ക് അറിയാലോ, പറയണ്ടല്ലോ. കളിച്ചല്ലേ? നടത്തണം കേട്ടോ. പാടുന്നുണ്ടാ? കലക്കാം. അങ്കം നിന്നെ നാക്കിട്ട് പോയതാണല്ലോ. നിനക്കങ്ങനെ തോന്നിയാ? എനിക്കങ്ങനെ തോന്നിയത്. അത് നിന്റെ തോന്നലിന്റെ കുഴപ്പമോ? എന്റെ തോന്നലെന്താ കുഴപ്പം? എനിക്ക് തോന്നിയത് എന്റെ ഭാര്യ എന്നെ പുകഴ്ത്തിയതായിട്ടാണ്. ഇതാണ് പറയുന്നത്, ഓരോരുത്തന്മാരുടെ കാഴ്ചപ്പാടിന്റെ കുഴപ്പങ്ങളാണ് പല പ്രശ്നങ്ങൾക്കും കാരണം. ചിലപ്പോ ആയിരിക്കും. നിനക്ക് തോന്നി നടരാജ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്, നന്നായിട്ട് പുകഴ്ത്തിയാണ് ചെയ്യുന്നത്. ഇതാണ് പറഞ്ഞത്, നിനക്ക് എപ്പോഴും മോശപ്പെട്ട കാഴ്ചപ്പാടാണല്ലോ. സംഗതി അതൊക്കെ ഇരിക്കട്ടെ. ഇവര് റിഹേഴ്സലൊക്കെ കൂടിയിട്ട് അവര് തിരുവാതിരയൊക്കെ ഭയങ്കര സംഭവമായിട്ട് നടത്തും. നാടകം എങ്ങാനും തകർന്നു പോയാ ഉണ്ടല്ലോ, പിന്നെ നാട്ടിലും ഇറങ്ങാക്കൂല, വീട്ടിലും കയറാക്കൂല. പറച്ചില്ലേ പോലെ അത് ചെയ്ത് കാണിക്കണം. എന്റെ ഭാഗത്ത് ഒരു മിസ്റ്റേക്കും വരത്തില്ല. ഞാൻ എന്റെ ഡയലോഗ് മൊത്തം പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്റെ ഡയലോഗ്? അതിന് നിനക്ക് ഡയലോഗ് ഇല്ലല്ലോ. ഈ ഊമയല്ലേടേ? ഊമേ? അതെന്തോ? ഞാൻ ആ സ്ക്രിപ്റ്റിലുള്ള സോമന്റെ ഡയലോഗ് മൊത്തം കാണാൻ പഠിച്ചു വെച്ചിരിക്കല്ലേ. 3 ദിവസം എടുത്തു ഡയലോഗ് പഠിക്കാൻ. സോമൻ? ഏത് സോമൻ? നമ്മുടെ നാടകത്തിൽ സോമൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഇല്ലല്ലോ. ക്ലീറ്റസേ, നീ കൊടുത്തുവിട്ട സ്ക്രിപ്റ്റ്, നടരാജന്റെ കയ്യിൽ നീ കൊടുത്തുവിട്ട സ്ക്രിപ്റ്റ്. നടരാജൻ, നീ എവിടെ നിന്ന് സ്ക്രിപ്റ്റ് എടുത്തോണ്ടെന്ന്? നമ്മുടെ പാർട്ടി ഓഫീസിൽ മെസ്സേജ് ആകത്തിരുന്നില്ലേ? തൊലച്ച് എടേ, അത് നാളത്തെ മീറ്റിങ്ങിന് സോമന് സ്വാഗതം പറയാൻ വേണ്ടി ഞാൻ എഴുതി വെച്ചിരുന്ന പ്രസംഗമാണ്. എടാ കഴുത, മറ്റേ നാടകത്തിന്റെ സ്ക്രിപ്റ്റ് ഇപ്പുറത്തെ അലമാരയിലാണ് ഇരിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലേ. കർത്താവ്, ഇതിപ്പോ തന്നെ തകർന്ന്. എനിക്കൊരു പ്രതീക്ഷയല്ല കേട്ടോ. അതാണോ അപ്പൊ ഞാൻ കാണാതെ പഠിച്ചത്? എത്രയും കഷ്ടമാണ് നിന്റെ കാര്യം. നീ ലോക തോൽവിയായിട്ട് വരുവാണ് കേട്ടോ.